കിക്കിങ്ങും ഷൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാറ്റിന്റെ ആദ്യ ചോദ്യം. ജഡാവസ്ഥയിലുള്ള പന്തിനെ കാലുകൊണ്ട് തട്ടുന്നത് കിക്കിങ്ങും ചലിക്കുന്ന പന്തിനെ തട്ടുന്നത് ഷൂട്ടിങ്ങുമാണെന്ന് മാറ്റ് വിവരിച്ചപ്പോൾ കുട്ടികൾക്ക് കൗതുകം. ഫുട്ബോളിലെ ഓരോ ചെറു നീക്കങ്ങളുടെയും പ്രാധാന്യവും സാങ്കേതികതയുമാണ് മാറ്റ് ജേക്കബ് കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തത്. വർഷാവർഷം നാട്ടിൽ വരുമ്പോൾ കുട്ടികളുമായുള്ള ചെറു പരിശീലന വേദികൾ മാറ്റ് നഷ്ടപ്പെടുത്താറില്ല. ഇക്കുറി കേരള ബ്ലാസ്റ്റേഴ്സ് നാട്ടിൽ പടർത്തിയ ഫുട്ബോൾ ലഹരി പുതിയ ചുവടുവയ്പായെന്ന് മാറ്റിന്റെ പ്രതികരണം. ഒറ്റ ദിവസം കൊണ്ട് നാം ഫുട്ബോൾ സാക്ഷരരാവില്ല. അത് പടിപടിയായി വളരുന്ന ഒരു ആവേശമാണ്. എന്നാൽ കൊച്ചിയിൽ പരിശീലനത്തിനെത്തിയ കുട്ടികളുടെ ഊർജവും ആവേശവും അതിശയിപ്പിച്ചു. പ്ലെയേഴ്സിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കണം. ഇവിടുത്തെ സ്പോൺസർഷിപ്പൊക്കെ ബിസിനസ് വൈസ് സ്പോൺസർഷിപ്പ് വലുതാകുമ്പോഴത്തേക്ക് പരിശീലകർ നാമനിർദ്ദേശം ചെയ്താൽ പ്രതിഭ തെളിയിക്കുന്ന കേരളത്തിലെ കുട്ടി താരങ്ങൾക്ക് സ്പോൺസർഷിപ്പ് നൽകാനും തയ്യാർ. ഇവിടെയുള്ള പ്ലെയേഴ്സ് നല്ല പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ പ്രൊഫഷണൽ ലെവൽ റെഡി ആണെങ്കിൽ ഒന്ന് ഇവിടെയുള്ള കോച്ചസ് റെക്കമെൻഡ് ചെയ്യാമെങ്കിൽ ചിലപ്പം ഒരു ചാൻസ് മേജർ ലീഗ് സോക്കറിലോ അല്ലെങ്കിൽ US നാഷണൽ ടീമിലൊന്ന് ട്രൈ ചെയ്യാനുള്ള, അത് US സിറ്റിസൺ ആകണമെന്നുണ്ട്. എന്നാലും ചിലപ്പം അവിടെ വന്ന് പരിശീലിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് അവർക്കും ഇവരുടെ പ്ലെയേഴ്സ് ഷെയർ ചെയ്യാം. കഴിഞ്ഞ 27 വർഷമായി അമേരിക്കയിലെ സോക്കർ പരിശീലന മേഖലയിൽ മാറ്റ് പ്രവർത്തിക്കുന്നു. 30 വർഷമായി അമേരിക്കയിൽ സ്ഥിരതാമസമാണ് കോട്ടയം കൊല്ലാട് സ്വദേശിയായ മാത്യു ജേക്കബ് എന്ന മാറ്റ് ജേക്കബ്. മനോരമ ന്യൂസ്, കൊച്ചി.